നമ്മുടെ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 12 ദിവസമാണ് ആയിട്ടുള്ളത്. നമ്മുടെ അർജുൻ്റെ ഓരോ ദിവസത്തെ അപ്ഡേറ്റുകൾ നമ്മൾ കൂടുതൽ അറിയുന്നത് ഒന്നെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ വഴി, അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി, അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടി വിയിലൊക്കെ ന്യൂസ് വഴിയല്ല അറിയുന്നത്. അല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും അവിടെ വണ്ടി പിടിച്ച് ചെന്ന് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. എന്നാലിപ്പോൾ ഒരു ന്യൂസ് ചാനൽ ഒരു അവതാരിക അർജുൻ്റെ വീട്ടിൽ പോയിട്ട് ഭയങ്കര മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തേക്കുന്നത്. ഓൾറെഡി ആ ഒരു കുടുംബം അർജുനെ കാണാത്തതിൻ്റെ ആ വിഷമം താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഇങ്ങനെ ഒരു സംഭവം. പപ്പ എവിടെ പോയി? പപ്പ ലോറി പോയോ? എവിടെ പോയതാ? ലോറി പോയോ? ലോറി വരുമോ? ഇനി ലോറി വരുമോ? മോൻ ലോറി കയറിയോ? ഇതാണോ ലോറി? ഇതാണോ പപ്പന്റെ ലോറി? അയാളിതിന് കേറുവോ? അപ്പന്റെ ലോറി ഞാൻ എടുത്തോട്ടെ. അപ്പന്റെ ലോറി ഞാൻ എടുത്തോട്ടെ. ഈ ഒരു അവതാരിക അർജുനെ വീട്ടിൽ പോയി കാണിച്ചത് വളരെ മോശമായിപ്പോയി. കാരണം ഒന്നും അറിയാത്തൊരു പിഞ്ചു കുഞ്ഞ് അവനോട് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിഷ്കളങ്കതയോടെ അവൻ പറയുന്ന വാക്കുകൾ കേട്ടോ, ശരിക്കും നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു സങ്കടം തോന്നും. ചാനൽ റേറ്റിംഗ് പക്കായിട്ട് പറഞ്ഞാൽ ചാനൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് അവർ ഇങ്ങനെ ഒരു കണ്ടൻറ്റ് അവിടെ ചെയ്തത്. ഭയങ്കര മോശമായിപ്പോയി. കാരണം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത്രയും ദിവസമായിട്ട് സ്വന്തം മകനെ കാണാത്ത ആ ഒരു പേരൻസിൻ്റെ ആ ഒരു വിഷമം, ഭാര്യയുടേത്, കൂടപ്പറപ്പുകളുള്ളത്, അവരുടെ എല്ലാ വിഷമത്തിൻ്റെ ആ ഒരു നിൽക്കുമ്പോഴാണ് ഒന്നും അറിയാത്ത അർജുന കുഞ്ഞിനോട് ഇങ്ങനെ ഒരു ചോദ്യമായിട്ട് ആ ഒരു അവതാരിക അവിടെ ചെല്ലുന്നത്. ഭയങ്കര മോശമായിപ്പോയി. ഇതെൻ്റെ അഭിപ്രായം മാത്രമല്ല, പലരും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോളോവേഴ്സിന് പ്രത്യേക ഒരു കാര്യം പറയുവാണ്, ഞാനും ഈ ഒരു വീഡിയോ ട്രൈ ചെയ്യാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. കാരണം ഈ ഒരു വീഡിയോ എനിക്ക് കൂടെ എത്തിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനം നല്ലത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ആൾക്കാരുടെ സങ്കടങ്ങൾ കൂടുതലും ഇങ്ങനെ ഒരു ഇതിലേക്ക് വിറ്റ് റേറ്റിംഗ് കൂട്ടുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര മോശം തന്നെയാണ്.